മോളിവിടെ ഇരിക്ക്. ഉമ്മപ്പ വരാട്ടോ. ആ മോളെ ഒന്ന് നോക്കണേ. ഇത്താത്തന്റെ പേരെന്താ? സമീറ. മോളെ പേരെന്താ? ഹസീന. പുതിയ കുപ്പായാണല്ലോ. എനിക്ക് ഇനിയുണ്ട് പുതിയ കുറെ കുപ്പായം. പെരുന്നാളായിട്ട് ഇന്ന് ഇത്താത്ത എന്താ പുതിയ കുപ്പായ ഇടാത്ത്? ദാ മോളെ ഉമ്മ വരണുണ്ട്. വാ ചെല്ല്. പെരുന്നാളായിട്ട് മോളെന്താ വാപ്പാക്ക് കൊടുക്കാൻ പോണത്? അതെന്തായാലും ഞാൻ പറയില്ല, കൊടുക്കുമ്പോ കണ്ടാ മതി. അല്ലെങ്കിൽ എനിക്ക് വാപ്പാനെ കണ്ടാ പിന്നെ ഇന്നെ വേണ്ടല്ലോ. അതങ്ങനെ തന്നെയാ, എനിക്ക് വാപ്പാനെ ഇഷ്ടം. ആയിക്കോട്ടെ. അൽമറേ, ഇത് 7ാമത്തെ തവണയാ. ഇന്നും ഞാൻ ആ കൊച്ചിനെ തിരിച്ചയക്കണോ? ഞാൻ ആ കൊച്ചിനോട് എന്താ പറയേണ്ടത്? എനിക്ക് പുതിയതായിട്ടൊന്നും പറയാനില്ല. കുട്ടിയെ സൂപ്രണ്ട് വിളിക്കുന്നു. അതേ, അൻവറിന് യാതൊരു മാറ്റവുമില്ല. അയാളെ കാണാൻ കുട്ടി ഇങ്ങോട്ട് വരികയേ വേണ്ട എന്നുള്ള നിലപാടിൽ തന്നെ. ഇതെങ്കിലും ഒന്ന് കൊടുക്കാൻ പറ്റുമോ? ഇന്ന് പെരുന്നാളായതുകൊണ്ട് കുറച്ച് പലഹാരങ്ങൾ കൊണ്ടിട്ടുണ്ട്. കുട്ടിക്കറിയാമല്ലോ, പുറത്തുനിന്നുള്ള ആഹാരം ജയിലിനകത്ത് കൊണ്ടുവരാനേ പാടില്ല. അഥവാ വേണമെങ്കിൽ തന്നെ ഒരുപാട് ഫോർമാലിറ്റീസ് ഉണ്ട്.
ഇങ്ങോട്ടോ വേഗം ചില്ലേ. എല്ലാരായ 2, 3, 4, 5, 6, 7, 8, 9. ഞാനുണ്ട്. പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. തയ്യാറാവേണ്ടി സമീറ ഇങ്ങോട്ട് വരും, ഇങ്ങോട്ട് വരും. എവിടേക്ക് നിങ്ങൾ ഓടണത്? ഓടി വരും. ഇന്ന് എന്തൊക്കെയാ പഠിപ്പിച്ച മദ്രസയില്? ഞാൻ യാസീൻ സൂറത്തും പഠിച്ചു, ഫാത്തിഹ സൂറത്തും പഠിച്ചു. ഓ മിടുക്കി മിടുക്കി. കത്ത് വേണം. വെളുമ്പാട്ടി അന്യങ്ങൾ സുന്ദരിയാക്കി തരാട്ടോ. 2 കണ്ണില് സുറുമയൊക്കെ എഴുതി വാരട്ട് എഴുതിത്താത്ത എന്നാലേ പുതിയ ഉണ്ടാവൂ. അടങ്ങിയിരിക്കും വെളുമ്പാട്ടി, അനക്ക് സുന്ദരിയാവണ്ടേ? ഉള്ളു തേക്കണ്ടേ താത്ത, അതിന് നീറും. നീരാതെ തേച്ചേരാട്ടോ. കിസ്മിസ് 2 കിലോ. കിസ്മിസ് 2 കിലോ. അണ്ടിപ്പരിപ്പ് 5 കിലോ. അണ്ടിപ്പരിപ്പ് 5 കിലോ. ഏലക്കായ് 300 ഗ്രാം. ഏലക്കായ് 300. ആ മാളിയക്കലെ കുട്ടിക്ക് പനി തുടങ്ങിയിട്ടൊക്കെ ഒരാഴ്ചയായി. എന്റെ വല്യപ്പാനെ കൊണ്ട് വേഗം കുറച്ച് വെള്ളം ഉദിച്ചു കൊണ്ടുവരാന്ന് ഞാൻ ഏറ്റതാ. അവിടെ ഭയങ്കര തിരക്ക്. മോൾ ഇതൊന്ന് ഉദിച്ചു കൊണ്ടുവന്ന വലിയ ഉപകാരമായി. ആ വേഗം ഉണ്ടെന്നല്ല, വലിയ ഉപകാരമായി. വരി ഒക്കെ അവനാ തന്നെ എടുത്ത്. ഭക്ഷണം നമുക്ക് നിസ്കാരം കഴിഞ്ഞിട്ടാവും. ഇതായി ക്ലാസ് പിടിച്ചോളി. ജ്യൂസ് വല്യപ്പ ഞാനും സക്കാത്ത് കൊടുക്കട്ടെ? ആ മോള് കൊടുത്തോ. ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. ഖുൽ ഹുവല്ലാഹു അഹദ്. ഖുൽ ഹുവല്ലാഹു അഹദ്. അല്ലാഹു സമദ്. അല്ലാഹു സമദ്. ലം യലിദ്. ലം യലിദ്. വലം യൂലദ്. വലം യൂലദ്. വലം യകുൻ ലഹു കുഫുവൻ അഹദ്. വലം യകുൻ ലഹു കുഫുവൻ അഹദ്. കജ്ജളക്കരുത് ട്ടോ. ആ നേരം വിളിക്കട്ടെ. എന്നിട്ട് ഉമ്മ ഇട്ടതാ ഞാനിട്ടതാ ചുരുക്കി നോക്കാലോ. അതിലേറെ ചുരുക്കില്ല അമ്മായി കേട്ടോ. ശരിക്കും പുച്ചോളിയോ? കുമ്പായത്തിലാക്കണ്ട. ഇത് മതിയോ? ഇനി മറ്റേ കൈ. നെജ്മാന്റെ കഴിഞ്ഞില്ലേ?
ഇത് കഴിഞ്ഞമ്മ ഇതും കൂടി നിട്ടു കൊടുക്കട്ടെ. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് കളിച്ചണം കേട്ടോ. മോള് കളിക്കൂലേ? കളിക്കണം. വല്യമ്മയും കൂടും എമ്മയും കൂടും ഇവലൊക്കെ കൂടും കേട്ടോ. നന്നായിട്ടൊരു കളി കളിച്ചണം. ആ ഞമ്മളെന്ത് ഐക്യം പറഞ്ഞിട്ടും കാര്യമില്ലാന്ന്. പെരുന്നാളിക്കൊല്ലോ 2 ദിവസം തന്നെ. ഇന്ന് മാസം കാണൂലെന്ന് ഹിലാല് കമ്മിറ്റിക്കാർ നേരത്തെ പ്രഖ്യാപിച്ചിക്കണ്. ഓ ഓല് വലിയ ശാസ്ത്രം നോക്കുന്ന ആൾക്കാരല്ലേ. വല്യപ്പ എന്തേ മോളെ? സഹീറും നൗഷാദും സമീറാനെ തള്ളിയിട്ടു. ദാ ഈ കുപ്പായത്തില് മുഴുവൻ മൈലാഞ്ചിയായി. നോക്കട്ടെ. എന്റെ റബ്ബേ, ഇതില് മുഴുവൻ മൈലാഞ്ചി ആയല്ലോ. എവിടെ പോവാൻ? സഹീറേ, ഞാൻ പിടിച്ചോണ്ടുവരാം. ആ മോള് പിടിച്ചോണ്ടാ. മോള് ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ, ഇവിടെ വാ. വല്ലിപ്പാന്റെ കുട്ടിക്ക് പുതിയ കുപ്പായം വാങ്ങിത്തരാം. കരണ്ട കേട്ടോ. കരണ്ട. ആ എടുത്ത് കഴിക്കടി. എന്താ കഴിക്കാത്ത? എനിക്ക് വേണ്ട. വേണ്ടേ? ഓളെന്ത് കഴിക്കാതെ പോയി? എന്താന്നറിയില്ല. സമീറ, മെല്ലെ. ഇയ്യങ്ങട്ടാ പെരുന്നാൾ പള്ളിക്ക്. ഈ ഇപ്പൊ വലിയ കുട്ടിയായിക്കണു. പെൺകുട്ടികള് വലുതായ പിന്നെ പള്ളിയിലൊന്നും പോയി നിസ്കരിക്കാൻ പാടില്ല. വല്യപ്പ ഞാനും പോരട്ടെ? മാമ പറഞ്ഞാ ശരി. മോള് വലിയ കുട്ടിയായില്ലേ? എന്നാ ഞാനും പോണില്ല. ആ ശരി. ഇത്താത്ത, ഇത്താത്ത. നേരത്തെ പോലെ ഇന്നും കോളേജ് ബസ് പോയിട്ടുണ്ടാവും. അതൊന്നുമില്ല, ബസ്സൊക്കെ കിട്ടും. ഞങ്ങള് പോവാ. അതോ എന്നെ കൊണ്ട് വയ്യ. ഞാൻ എപ്പോ ഇങ്ങനെ നിക്കാന്നറിയോ? താത്ത കാരണം എപ്പോഴും ബസ് പോലെ. ബസ് പോണെങ്കിൽ പോട്ടടി, നമുക്ക് നാടൊക്കെ കണ്ട് നടക്കാലോ. എന്നാ അതോടുകൂടി നമ്മുടെ കോളേജിൽ പോക്ക് നിൽക്കും. എന്നായാലും ഇതൊക്കെ നിൽക്കും. അതുവരെയെങ്കിലും ഇങ്ങനെ പറഞ്ഞു നടക്കാലോ. എന്തായാലും പറക്കണ്ട. ബസ് വരണുണ്ട്. വേഗം വാ. In this context, I like to quote the famous lines of Simone de Beauvoir. She is the deep reality hidden under the appearance of things, the kernel, the marrow. She heals and strengthens. She is the intermediary between man and life. Life comes from God. Therefore, she is the intermediary between humanity and God. She is the deep reality hidden under the appearance of things, the kernel, the marrow. She heals and strengthens. She is intermediary between men and life. Life comes from God. Therefore, she is intermediary between humanity and God. എങ്ങനെയുണ്ട്? നന്നായിണ്ട്. ഈ ചെറിയ കളിയൊക്കെ ഇപ്പൊ നിക്കുമല്ലോ. എങ്ങനെ? താത്താനെ ഏതോ ഒരു കുഞ്ഞാപ്പ് കാണാൻ വരണ്ടല്ലോ നാളെ.
പഠിപ്പില്ലാത്തൊരു പണച്ചാക്ക്. വേണ്ട, നമുക്ക് പോ. അയ്യോ, അത് എന്തേ? വല്യപ്പാനോട് എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. അതിനെന്താ? അനക്ക് എപ്പോഴും പറഞ്ഞൂടെ? വല്യപ്പ ഓൾക്ക് വാക്ക് കൊടുത്തു. കൊടുത്തു. എന്തേ? വല്യപ്പ തീരുമാനിക്കണ ആരായാലും എനിക്കൊരു കുഴപ്പമില്ല. കുറച്ച് വിദ്യാഭ്യാസമുള്ള ഒരാളായ നന്നായിരുന്നു. ഞാൻ ഇപ്പം എന്താ അവളോട് പറയാ? മോളെ ഏതായാലും പോയി കിടക്ക്. വല്യപ്പൊന്ന് ആലോചിക്കട്ടെ. എന്തായാലും നമ്മൾ ഓരോട് ചെയ്തത് തറവാട്ടുകാർക്ക് ചേർന്ന പണിയല്ല. ചെക്കനെ പഠിപ്പില്ലാന്നും പറഞ്ഞ് കല്യാണം വേണ്ട നിൽക്കുന്നത് ഈ തറവാട്ടിൽ ആദ്യമായിട്ടാ. നമ്മളത്ര പേരും പ്രശസ്തി ഇല്ലാന്നേ ഉള്ളൂ. ഗൾഫിലും നാട്ടിലായിട്ട് കോടിക്കണക്കിന് ഉറുപ്പ്യന്റെ ഏർപ്പാടുള്ളവരാവൂല്. പഠിപ്പില്ലാത്തവനെ കൊണ്ട് കെട്ടിക്കാനാണെങ്കിൽ പിന്നെ എന്തിനാ ഇത്താത്താനെ കോളേജിൽ അയച്ചത്? ആ അതന്നെ എനക്കും പറ്റിയ കുഴപ്പം. നല്ലോണം ഓർമ്മിച്ചോളൂണ്ടി. കൊടിയത്തൂരെ സായിബിന്റെ പേരക്കുട്ടിയാ. ചൊറുക്കൊണ്ടും പഠിപ്പോണ്ടും നമ്മളെ സമീറാക്ക് ഒത്ത പുതിയാപ്ല. അല്ലെങ്കിലും ഓലായിട്ടൊരു കൂട്ടിക്കൊളുത്തൽ നമുക്ക് ആവശ്യമാണ്. സായിബ് ആളൊരു മുത്തച്ഛ തന്നെയാണ്. പക്ഷെ വേണ്ടതിനും വേണ്ടാത്തതിനും ഒക്കെ ഈ മതേതരത്വം പറഞ്ഞു നമ്മളെ മേത്തേക്ക് പാഞ്ഞു കയറുന്ന ഒരു പണി പണ്ടേണ്ട് മൂപ്പർക്ക്. അതുകൊണ്ടല്ലേ നമ്മളാൾക്കാർ മൂപ്പരെ പണ്ട് കാഫർ എന്ന് വിളിച്ചത്. എങ്ങനെ വിളിക്കാതിരിക്കുക? പാകിസ്ഥാൻ വേണമെന്ന് പറഞ്ഞപ്പോ അതിന് എതിർക്കാൻ മൂപ്പര് മുമ്പിൽ. പിന്നെ നമ്മളെ ആൾക്കാർ മാപ്പിളസ്ഥാൻ വേണമെന്ന് പറഞ്ഞപ്പോഴും അതിനെ എതിർക്കാനും മൂപ്പര് തന്നെ മുമ്പിൽ. സംഗതി എന്തായാലും സമീറാന്റെ ഡിമാൻഡിനേക്കാൾ വലിയ ഡിഗ്രി ഓനിപ്പം തന്നെ ഉണ്ട്. പോരാത്തിന് വലിയ എന്തോ ഡിഗ്രി എടുക്കാനായിട്ട് ഓനിപ്പോൾ അലിഗർക്ക് പോകുകയാണല്ലോ. പിന്നെ സാമ്പത്തികം അതിപ്പോൾ നമ്മൾ അത്ര വെക്കൂല. അതൊന്നും ഇപ്പം നമ്മൾ നോക്കണ്ട. ഓനും ഓക്കും വേണ്ടൊക്കെ ചെയ്തു കൊടുക്കാൻ ഇപ്പം നമ്മളെ കൊണ്ട് കഴിയുമല്ലോ. പിന്നെ സുലൈമാനെ, നമ്മളെ മാട്ടുമല എത്തിങ്ങാൻ്റെ ആൾക്കാരെന്ന് തോന്നുന്നു പുറത്ത് നിൽക്കുന്നുണ്ട്. ഓല ബിൽഡിംഗ് ഫണ്ടിലേക്ക് എന്തേലും ചെയ്തു കൊടുക്ക്. എത്രയും വേണ്ടിയേ? ഒരു 25,000. ആയിക്കോട്ടെ. അസ്സലാമു അലൈക്കും. വാലൈക്കും സലാം. ഇരിക്കി. വേണ്ട, ഞാനിവിടെ ഇരിക്കേ. അന്നെ ഇപ്പൊ കാണാനില്ലല്ലോ സുലൈമാനെ. എവിടെയാണിപ്പം? ഞാൻ വന്നത് അൻവറിനൊരു ആലോചന കൊണ്ടാ. നമ്മളെ കുഞ്ഞിക്കോയ മുസ്ലിയാരുടെ പേരക്കുട്ടിയാ. അതൊക്കെ കുറച്ച് കൂടുതലല്ലേ സുലൈമാനെ? നിങ്ങൾ വിചാരിക്കണ പോലെ എല്ലാ കാര്യങ്ങളും. മൂപ്പര പേരക്കുട്ടിക്ക് ആവശ്യം പഠിപ്പും ബെവരമുള്ള പുതിയാപ്പിളേനെ. എനിക്ക് പഠിപ്പുള്ളവരോട് വലിയ ബഹുമാനാ. അതുകൊണ്ടാണ് ഞാൻ തന്നെ ഇതിന് മെനക്കെട്ട് ഇറങ്ങിയത്. ഞമ്മക്കോ പഠിക്കാൻ പറ്റിയില്ല. 4ാം ക്ലാസ്സിൽ 4 കൊല്ലം ഇരുന്നപ്പോൾ കണാര മാസ്റ്റർ എന്നെ വിളിച്ച് പറഞ്ഞ്, സുലൈമാനെ ഒന്നില്ലെങ്കിൽ ഈ പഠിപ്പ് നിർത്തുക, അല്ലെങ്കിൽ ഞാൻ ഈ പണി നിർത്താമെന്ന്. മാസ്റ്റർ ഇടങ്ങാറക്കണ്ടെന്ന് കരുതി ഞാൻ ആ ഏർപ്പാട് നിർത്തി. അതുകൊണ്ട് നേരത്തെ കാലത്തെ വായ്ക്കല കച്ചവടം തുടങ്ങാൻ പറ്റി. ഇപ്പം എങ്ങനെയുണ്ട് നിന്റെ കച്ചവടം? വായ്ക്കൊല മോശമായപ്പോൾ ഞാൻ പുതിയ ഏർപ്പാട് തുടങ്ങി. അതെന്തേ സുലൈമാനെ? ഞാനൊരു BEd കോളേജ് തുടങ്ങി. അതെങ്ങനെയാടാ? ഇപ്പം എങ്ങനെയെന്ന് ചോദിച്ചാൽ ഇപ്പം നമ്മുടെ ആൾക്കാരില്ലേ. അത് ശരി. ചുരുക്കത്തിൽ ഇപ്പം 2 BEd കോളേജ് ഉണ്ട്. ഒരു എഞ്ചിനീയറിംഗ് കോളേജിന് ഇങ്ങനെ ചൂണ്ടലിട്ട് നിൽക്കാണ്. ചിലപ്പോൾ കൊത്തിക്കൂടായില്ല, കിട്ടിയ കഴിച്ചില്ലേ. കല്യാണക്കാര്യം എനിക്ക് ആരോടും ഒരു വൈരാഗ്യവും വിരോധവും ഇല്ല. കല്യാണക്കാര്യം ഓനോട് തന്നെ സംസാരിക്കണം. ഓനല്ലേ കെട്ടേണ്ടത്. വാലൈക്കും സലാം. നിങ്ങൾ അങ്ങോട്ടിരിക്കും. ശരിക്കും നോക്കിക്കോ. ചങ്ങായിയാ? അതെ. ആ യാത്രയൊക്കെ സുഖമായല്ലോ അല്ലേ? അകത്ത് രോഗികൾ കാത്തിരിക്കുന്നുണ്ട്. നിങ്ങൾ ഇരിക്കി, ഞാൻ പോരാ. ഇരിക്കി. ഇരിക്കി.
എങ്ങനെയുണ്ട്? എന്നാ ഓളെ ഒന്ന് കണ്ടോട്ടല്ലേ ഉസ്താദേ? അല്ല പിന്നെ വരുന്നുണ്ട്. അല്ലോ മോൾക്ക് അല്ലോ ഞാൻ പോവാ. ഏയ് ഈ പോലെ എന്റെ കൂടെ നിൽക്ക്. അതൊന്നും വേണ്ട തള്ള. അല്ലോ നിൽക്കടി പ്ലീസ് പ്ലീസ്. ഇതാ വന്നു. എന്താ ലിറ്ററേച്ചർ തന്നെ എടുക്കാൻ കാരണം? ഇഷ്ടായോണ്ടാ? ശരിക്കും ഇഷ്ടായോ? അല്ലോ ഞാൻ അതല്ല. വരി നീ ചായ പിടിക്കാം. He talks, turning his sun stained. എന്തൊരു വർണ്ണനയാ. ഹേയ് അന്നോടാണ് വായിക്കാൻ പറഞ്ഞു. വായിച്ചതാ കുറ്റം. മാലാഖമാർ വരുന്നുണ്ടല്ലോ സമരക്ക് ഭാവുകം നേർന്നിടാൻ. പൂക്കളും വിരിഞ്ഞു നിൽക്കുന്നേ പൂമണം വീഴാതെ വീശിടാൻ. മാലാഖമാർ വരുന്നുണ്ടല്ലോ സമരക്ക് ഭാവുകം നേർന്നിടാൻ. പൂക്കളും വിരിഞ്ഞു നിൽക്കുന്നേ പൂമണം വീഴാതെ വീശിടാൻ. കവിതതുളുമ്പും കൺകളുമായി ഓർക്കയാമിന്റെ ഭാവന പോലെ. കവിതതുളുമ്പും കൺകളുമായി ഓർക്കയാമിന്റെ ഭാവന പോലെ. കൺമണി നീയൊരു സുന്ദരിയായി, കൺമണി നീയൊരു സുന്ദരിയായി. മാലാഖമാർ വരുന്നുണ്ടല്ലോ സമരക്ക് ഭാവുകം നേർന്നിടാൻ. അസ്സലാമു അലൈക്കും. വരി വരി അലാ മഖ്സൂദ് വജ്ഹുല്ല അലാ യാസീൻ ഹബീബുല്ല. അലാ മഖ്സൂദ് വജ്ഹുല്ല അലാ യാസീൻ ഹബീബുല്ല. അലാ യാ സാദാനി ജാമ ഇലൈബ വസ്ലി തൻഫു. അസ്സലാമു അലൈക്കും. മസ്ലി മാജൂദു വഭംഗി സാത്തി സും യജ്രി. അലാ മഖ്സൂദ് വജ്ഹുല്ല അലാ യാസീൻ ഹബീബുല്ല. അലാ മഖ്സൂദ് വജ്ഹുല്ല അലാ യാസീൻ ഹബീബുല്ല. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. എൻ്റെ മകൾ
സമീർ എന്നവളെ ഈ സ്വർണ്ണാഭരണം മെഹറിന് പകരം നിനക്ക് ഞാൻ വിവാഹം ചെയ്തു തന്നു ഇണയാക്കി തന്നു. നിങ്ങളുടെ മകൾ സമീറ എന്നവളെ ഈ സ്വർണ്ണാഭരണം മെഹറിന് പകരം നിങ്ങൾ എനിക്ക് വിവാഹം ചെയ്തു തന്നതിനെ ഞാൻ സ്വീകരിച്ചു. തൃപ്തിപ്പെട്ടു. നാ മെഹർ കൊടുക്കി. അൽ ഫാത്തിഹ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅബുദു വഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ ആമീൻ. ഞാലിയലിക്കത്തിട്ട് കസവിന്റെ തട്ടവുമിട്ട് വിധിയുടെ മറവിൽ ഒളിഞ്ഞു നിന്ന് നോക്കിടുന്നൊരു പെണ്ണുണ്ട്. വിധിയുടെ മറവിൽ ഒളിഞ്ഞു നിന്ന് നോക്കിടുന്നൊരു പെണ്ണുണ്ട്. പെണ്ണെ നീ പോരുമോയൻ കൽബിന്റെ കൊട്ടാരത്തിൽ പട്ടുകൂടയും ചൂടിപ്പോരുമോ നീ. ഞാലിയലിക്കത്തിട്ട് കസവിന്റെ തട്ടവുമിട്ട് ഗിരിയുടെ മറവിൽ ഒളിഞ്ഞു നിന്ന് നോക്കിടുന്നൊരു ജിന്നിന്റെ കോട്ട കാണാൻ പോരാമോ നീ സമീറ? മുഹബത്തിനിടയായി പോരാമോ സമീറ? ഞാനിയലിക്കത്തുണ്ടോ വൈരക്കുറിമാലയുണ്ടോ? മുത്താണി വളകളുമുണ്ടോ? പൂരണമുണ്ടോ? സീനത്തതേറ്റുന്ന ഷൗക്കുള്ള പൂമാലേ, സീനത്തതേറ്റുന്ന ഷൗക്കുള്ള പൂമാലേ, എഴുപതിനായിരം അതിർപ്പങ്ങളുണ്ടവിടെ, എഴുപതിനായിരം അതിർപ്പങ്ങളുണ്ടവിടെ. മണമുള്ള പൂക്കളുണ്ടോ കണ്ണിലെഴുതാൻ മഷിയുണ്ടോ? മണമുള്ള പൂക്കളുണ്ടോ കണ്ണിലെഴുതാൻ മഷിയുണ്ടോ? കൈകൊട്ടി പാടിയാടാൻ സുന്ദരിമാരുമുണ്ടോ? കൈകൊട്ടി പാടിയാടാൻ സുന്ദരിമാരുമുണ്ടോ? 14 പൂനിലാവുദിച്ച നല്ല രാവിതിൽ, 14 പൂനിലാവുദിച്ച നല്ല രാവിതിൽ, 7-ാം ബഹർ കടന്ന് പാറിപ്പോന്നിടാമോ? 7-ാം ബഹർ കടന്ന് പാറിപ്പോന്നിടാമോ? ഇശലിന്റെ പുഷ്പക വിമാനമതിൽ പോന്നിടാം, ഇശലിന്റെ പുഷ്പക വിമാനമതിൽ പോന്നിടാം. തിരിച്ചത്തിനിടയായി പോരാമോ മാനത്ത്? തിരിച്ചത്തിനിടയായി പോരാമോ മാനത്ത്? ഇപ്പൊ ഇത്ര മതി, ബാക്കി കൂട്ടിക്കൊണ്ടുപോയിട്ട്. മണിയറയിൽ പൊട്ടിച്ചിരിയുടെ കളകളം കേൾക്കുന്നേ, പനിനീർ പൂ പരിമളമെങ്കും വീശിടുന്നല്ലോ. പ്രിയമുള്ളമാരുടെ നയനങ്ങളാലെ ഒളിയൊളികൾ വന്നു നോക്കുകയാണ്, ചഞ്ചലനാദങ്ങൾ കേൾക്കുകയാണ്. പ്രിയനപ്പോൾ ചോദ്യത്താൽ ഒരു മോതിരമണിയുന്നേ, നീ എന്തേ നാണിച്ചിങ്ങനെ നീങ്ങി നിൽക്കുന്നേ. പ്രിയമുള്ള മാരന്റെ നയനങ്ങളാലെ ഒളിയൊളികൾ വന്നു നോക്കുകയാണ്, ചഞ്ചലനാദങ്ങൾ കേൾക്കുകയാണ്. സമീറാന്റെ സന്തോഷത്തിൽ പങ്കുചേർന്നിടാം, വന്നവരാണല്ലോ ഞങ്ങൾ നല്ല വീടയിലാം. സമീറാന്റെ സന്തോഷത്തിൽ പങ്കുചേർന്നിടാം, വന്നവരാണല്ലോ ഞങ്ങൾ നല്ല വീടയിലാം.
ഹലോ സമീറ, ഞാനാണ് അൻവറ. ഞാൻ മറ്റേ ഫോൺ എടുക്കാം. ഹലോ. നിക്കാഹ് കഴിഞ്ഞിട്ട് ഇങ്ങനെ കാത്തിരിക്കാൻ എന്നെ കൊണ്ട് വയ്യ. വേഗം നീ കാണണം. നിനക്ക് കാണണമെന്ന് തോന്നില്ല? പിന്നെ തുണിയും കുപ്പായം കൊണ്ടുവരുമ്പോ കാണാലോ. അതുവരെ കാത്തിരിക്കാൻ എനിക്ക് വയ്യ. എന്നാ ഒരു വഴിയുണ്ട്. എന്താ പറയ്. ഹലോ ഹലോ, ഇതെത്താ ഒരു പാട്ട്? വരട്ടെ. ഓ, ഒരാഴ്ചയേ ഉള്ളൂ. അലിഗഡിൽ എത്തണമെങ്കിൽ തന്നെ 2 ദിവസം എടുക്കൂലേ? 4-ാം തീയതി എന്നെ ക്ലാസ് തുടങ്ങുകയും ചെയ്യും. അപ്പോ ബുധനാഴ്ച തന്നെ പോണം അല്ലേ? അതെ. ഐഷ, എന്തി അൻവറിന് ബുധനാഴ്ച തന്നെ പോണമെന്ന്. അതിനുമുമ്പ് സമീറാക്ക് തുണിയും കുപ്പായം എത്തിക്കണ്ടേ? നിക്കാഹ് കഴിഞ്ഞാ പിന്നെ അത് വൈകണ മോശ. ഓലല്ലെങ്കിൽ തന്നെ വലിയ ഖുറാഫാത്തുള്ള കൂട്ടരാ. എന്നാ ഇനിയിപ്പോൾ അത് വൈകിക്കണ്ട, നാളെ തന്നെ ആയിക്കോട്ടെ. ഈ ചോപ്പ് നല്ല രസമുണ്ട്. പക്ഷെ ഇത് നോക്ക്, ബോർഡർ ഇതിന്റെ നല്ലത് ഇല്ലേ നസീമ? എനിക്കിപ്പോ ഏത് നിറായാലെന്താ, അതിന്റെ മോള് പറന്നിടൂലേ? തുണിയും കുപ്പായും കൊണ്ടുവരാൻ സാധാരണ പുതിയ ആപ്പിളാരൊന്നും വരില്ല. ഓഹം കെട്ടിയ പെണ്ണിനെ ഓരെപ്പോഴും കണ്ടുകൂടെ ഉസ്താദേ? അല്ല പിന്നെ വിചാരിച്ചതിനേക്കാളും നേരത്തെ ക്ലാസ് തുടങ്ങ. അതുകൊണ്ട് ഇനി സമീറാനെ കൂട്ടിക്കൊണ്ടുപോകാൻ വൈകും. പോണതിന് മുമ്പ് സമീറാനെ ഒന്ന് കാണണമായിരുന്നു. അതിനിപ്പോ എന്താ, ഒന്ന് കാണാനല്ലേ? അതിന് നമുക്ക് വഴി ഉണ്ടാക്കാം. നിങ്ങൾ എത്ര വേണമെങ്കിൽ സംസാരിച്ചോളി. വാരി. ഇത്ര നേരത്തെ പോകേണ്ടി വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അവിടെ എത്തിയിട്ട് കത്തയക്കാം എല്ലാ ദിവസവും. സമീറ, അന്നെ ഇമ്മ വിളിക്കണ്ട്.
മോന്റെ പേരെന്താ? മോന്റെ പേര് അൻവർ. എങ്ങട്ടാ? അലിഗറിലൊക്കെ. ആ, ഞാനും എങ്ങട്ടാ. എന്റെ മോൻ അവിടെ ഒരു ഹോട്ടൽ നടത്തുക. പെരുന്നാളായിട്ട് നാട്ടിക്ക് വന്നതാ. ആ, സമയം എത്രയായി? 4 മണി. ഞാന് അസർ നിസ്കരിച്ചിട്ടില്ല. മോൻ വരണോ? ഞമ്മക്കൊപ്പം നിസ്കരിക്കാ. ഇല്ല, ഞാൻ യാത്രയിൽ നിസ്കരിക്കാറില്ല. യാത്രയും നിർബന്ധമൊന്നുമില്ല. എന്നാലും ആ നേരമായ എനിക്കൊരു പൊറുതിയേടാ. ഞാൻ അപ്പുറത്തെ സ്ഥലം ഉണ്ടോന്ന് നോക്കട്ടെ. ഇവിടെ തന്നെ നിസ്കരിക്കാമല്ലോ. ആയിക്കോട്ടെ. മോൾ ഇങ്ങോട്ട് നീങ്ങി. ठीक है, बाय। अस्सलाम वालेकुम। वालेकुम अस्सलाम। आज शाम को फ्री हो क्या? हाँ। हमारे साथ चलेंगे? कहाँ? बताता हूँ।
देखा हमारे लोगों को ये क्या कर रहे हैं? रोज यही होता है, आज भी, अभी भी। इतना कुछ होकर भी हमने कुछ नहीं किया तो जीने से भी बेहतर मरना ही है। പള്ളി പൊളിക്കണത് ഇക്കോലത്ത് കണ്ണും കണ്ട ആർക്കാ തളച്ചു മറിയായിരിക്ക? ഈ സമയത്ത് നമ്മളെ ചെറുപ്പക്കാരോട് നിങ്ങൾ സബൂറാകാൻ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഒരു പകരത്തിന് പകരം ചോദിക്കാൻ നിൽക്കുക. ഞമ്മടെ ഒരു പള്ളി വിളിച്ച ഓളുടെ 9 എണ്ണം വിളിക്കണം, വെറുതെ വിടാൻ പറ്റൂല. പള്ളി എന്ന് പറഞ്ഞ അള്ളാഹുവിന്റെ ഭവനം, അത് പൊളിക്കണോന്ന് അള്ളാഹു ശിക്ഷ കൊടുക്കുക, ഞമ്മളല്ല. ഞമ്മക്കതിനുള്ള അധികാരവുമില്ല. എന്നാ പടച്ചോൻ പറഞ്ഞാണ് പകരം ചോദിക്കാൻ പോയാൽ ചെയ്യണവരും ഞമ്മളും തമ്മിൽ പിന്നെ എന്താ വ്യത്യാസം? ഇന്നും കുട്ടിക്ക് കത്തൊന്നുമില്ല, എല്ലാം മുസ്ലിയാർക്കുള്ള. പാഴ്സല മുസലിയാർക്കല്ല, മകൾക്കാ. ഓ, സമീറ മോളെ. സമീറ, ആ ദാ ഓളെ പുതിയാപ്പിളിൻ്റെതാ. അലിഗർന്ന്. ഓ,
സമീറയ്ക്ക് അസ്സലാമു അലൈക്കും. എഴുതാൻ വൈകിയതിൽ വേവലാതിപ്പെടേണ്ട, സമയക്കുറവുണ്ടാണ്. ഒരു മുസ്ലിമായ കുറ്റത്തിന് പിറന്നു വീണ സ്വന്തം മണ്ണിൽ കൊടും ക്രൂരതയ്ക്കിരയാവുന്ന നമ്മുടെ സഹോദരങ്ങളാണ് എനിക്ക് ചുറ്റും. അവരുടെ ദീനവിലാപങ്ങൾ എൻ്റെ കാതുകളെ അസ്വസ്ഥമാക്കിക്കൊണ്ടേയിരിക്കുന്നു. ഈ ഫാസിസ്റ്റുകളെ സേവിക്കാൻ എന്തിനാണ് ഇനി ഒരു ബിരുദാനന്തര ബിരുദം എന്നുകൂടി ഞാൻ ചിന്തിക്കുന്നു. ഈ കേവല ഭൗതിക വിദ്യാഭ്യാസത്തിന് വേണ്ടി നീ കോളേജിൽ പോകുന്നതിനോട് പോലും ഞാൻ യോജിക്കുന്നു. സ്വന്തം രക്തത്തെ തിരിച്ചറിയാൻ കഴിയുന്ന ആത്മാഭിമാനമുള്ള മുസ്ലിങ്ങൾ ഒരു ജിഹാദിനായി എന്തും ഉപേക്ഷിക്കാൻ തയ്യാറാവേണ്ട സമയമാണ്. ഇതിനിടയിൽ പ്രണയപരവശനായ ഒരു കാമുകൻ ഇടം കണ്ടെത്താൻ എനിക്കാവുന്നില്ല. എൻ്റെ നിയോഗവും ദൗത്യവും ഞാൻ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. അതിൻ്റെ ഫലപ്രാപ്തിക്കായി നീ കൂടി പ്രാർത്ഥിക്കുക. പുറത്തിറങ്ങുമ്പോൾ പർദ്ദ നിർബന്ധമാക്കേണ്ട കാര്യം ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. നിന്റെ കൂടുതൽ സമയവും നിന്റെ സുഹൃത്തുക്കളിൽ ഇസ്ലാമിക ചിന്തയുണർത്താൻ ഉപയോഗിക്കുക. ഇഹലോകവാസം ശാശ്വതമല്ല. ശാശ്വതവും സുന്ദരവുമായ പരലോക ജീവിതകാലത്ത് നമുക്കെല്ലാ അഭിലാഷങ്ങളും അവിടെ സാക്ഷാത്കരിക്കാം. അള്ളാഹു മഗ്ഫിറത്ത് നൽകട്ടെ. അൻവർ. എന്ത് നിർത്താത്? ഇനി ഒരുങ്ങിയില്ലേ? ഇന്ന് കോളേജിൽ പോണ്ടേ? ഇല്ല, ഞാൻ വരണില്ല. ഇതെന്താ പറ്റിയെന്ന്? സമീറ, സമീറ, സമീറ. വീട്ടിലേക്ക്. മോളെ, എന്തെങ്കിലും വഴിയിൽ തന്നെ നിക്കണേ? വീട്ടിൽ കയറിയിരുന്നൂടെ? അവിടെ വല്യപ്പമ്മയൊക്കെ ഉണ്ടായിനേലോ. നജ്മ, അനക്കമ്മാനെ കൂട്ടി അങ്ങോട്ട് പോയിക്കൂടാനില്ലേ? അത് ഞങ്ങളിങ്ങോട്ട് വന്നത് വീട്ടിൽ ആർക്കും അറിയില്ല. വല്യമ്മനോടും കൂടി പറഞ്ഞിട്ടില്ല. ഉമ്മാന്റെ കരച്ചില് കണ്ടപ്പോ
ആരോടും പറയാതെ വല്യപ്പ കാർ തന്നെ അയച്ചതാ. ഇങ്ങനെ വഴിയിൽ നിന്ന് വർത്താനം പറയാൻ മാത്രം ഞാൻ എന്ത് തെറ്റങ്ങളോടൊക്കെ ചെയ്ത്. ഉമ്മ ഇനിയും എന്നെ മനസ്സിലാക്കണില്ലേ? ആരെന്ത് പറഞ്ഞാലും എന്റെ കുട്ടി ചെയ്തത് തെറ്റല്ലെന്ന് ഉമ്മക്കറിയാം. അവിടെ എല്ലാരും വലിയ സന്തോഷത്തില് പെരുന്നാൾ അയക്കുമ്പോ ഉമ്മ കയ്യില്ലാതെ എന്ത് പെരുന്നാളാ? അല്ല മോളെ, അൻവറിനെ കണ്ടോ? ഓനും വല്ല മാറ്റമുണ്ടോ? അതൊക്കെ ശരിയാവും. കാണുന്നോല് മുഴുവൻ മോളെ കുറ്റപ്പെടുത്തുക. ഓരടിയില് ഒറ്റക്ക് പിടിച്ചേക്ക് അമ്മ എത്ര ബുദ്ധിമുട്ടുണ്ടെന്നറിയോ? എന്റെ വാപ്പ ഉണ്ടായിരുന്നേല് ഉമ്മാക്ക് ഇത്ര ഗതികേടുണ്ടാവൂലായിരുന്നു. നജ്മ, അനക്കെങ്കിലും കോളേജിന്റെ അടുത്തുള്ള ബൂത്തുനിന്ന് എന്നെ ഒന്ന് വിളിച്ചൂടെ? താത്ത, ഞാൻ താത്താനോട് പറഞ്ഞില്ലെന്നേ ഉള്ളൂ. എന്റെ കോളേജിൽ പോക്ക് നിന്നു. കോളേജിൽ പോയാ ഞാനും താത്താനെ പോലെ ആവുന്ന. താത്താന്റെ കുഴപ്പം മുഴുവൻ കോളേജിൽ പോയോണ്ടാന്ന ഓല് പറയണ. എന്നാ ഞങ്ങൾ പോട്ടെ മോളെ. പോട്ടെ താത്ത. മോൾ ഇതുകൊണ്ടൊന്നും പേടിക്കണ്ട. എതിർപ്പോളൊക്കെ ഉണ്ടാവും, പക്ഷെ തളരാൻ പാടില്ല. പണ്ട് ഇംഗ്ലീഷ് പഠിക്കാൻ സ്കൂളിൽ പോയതിന് ഞാൻ നേരിട്ട എതിർപ്പുകളും മോക്കറിയോ? I was only Muslim girl in the whole of the school when I was studying in 1936, you know. 10-60 കൊല്ലം മുമ്പത്തെ സംഗതിയാണ് ഞാനീ പറഞ്ഞു. ഇപ്പോഴും മോളൊക്കെ ഇങ്ങനെ പേടിച്ചിരുന്ന എന്താ ചെയ്യാ? പിന്നെ എന്നാ അതൊക്കെ മാറുക? എനിക്ക് പ്രധാനമായിട്ട് 2 കാര്യങ്ങളാണ് ചോദിക്കാനുള്ളത്. ഒന്ന്, ഇസ്ലാം എന്നെങ്കിലും മത തീവ്രവാദത്തെ സാധൂകരിച്ചിട്ടുണ്ടോ? 2, ഈ മത തീവ്രവാദം കൊണ്ട് ഈ സമുദായത്തിന് എന്തെങ്കിലും നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? മതത്തെ ആഴത്തിൽ പഠിച്ച ഗാന്ധിജിയും ആസാദും തികഞ്ഞ മതേതരവാദികളായിരുന്നു. എന്നാൽ ഖുർആൻ പഠിച്ചിട്ടില്ലാത്ത ജിന്നയ്ക്കോ ഒരു മതരാഷ്ട്രമായിരുന്നു ആവശ്യം. വാസ്തവത്തിൽ ബ്രിട്ടീഷുകാരുടെ ഇന്ത്യയിലേക്കുള്ള വരവായിരുന്നു ഹിന്ദു മുസ്ലിം ഒന്നായി ജീവിച്ച നമ്മുടെ പാരമ്പര്യത്തിന്റെ വേരറുത്തത്. ബാബറി മസ്ജിദാണോ രാമക്ഷേത്രമാണോ എന്ന തർക്കം പോലും അന്നുണ്ടായിരുന്നില്ല. ഒരു ഭാഗത്ത് പൂജയും മറുഭാഗത്ത് നമസ്കാരവും നടന്ന ചരിത്രമാണ് നമ്മുടേത്. എന്നാൽ ഇന്ന് നമ്മുടെ മതപൗരോഹിത്യത്തിന്റെ ലക്ഷ്യം ബാബറി മസ്ജിദ് പ്രശ്നം തീർക്കലല്ല. പ്രശ്നം നിലനിന്നാലല്ലേ പൗരോഹിത്യത്തിന് തീവ്രവാദം ഊട്ടിയുറപ്പിക്കാൻ പറ്റൂ. അസ്സലാമലൈക്കും. വലൈക്കും സലാം. ഞങ്ങൾ കാത്തുനിന്ന് അൻവറിന്റെ ജാമ്യക്കാര്യം പറയാനാ. ഗവൺമെന്റ് പിടിവാശിയുണ്ടാ ജാമ്യ വെച്ച തള്ളിപ്പോയത്. സായിബ് മുഖ്യമന്ത്രിനെ കണ്ടൊന്ന് സംസാരിച്ചാൽ അപ്പം തന്നെ അത് ശരിയാവും.
വിചാരണ കൂടാതെയുള്ള ഈ തടവ് നീട്ടിക്കൊണ്ടുപോകല് മനുഷ്യാവകാശ ലംഘനമാണെന്ന് പുരോഗമന പ്രസ്ഥാനക്കാർ കൂടി പറയുമ്പോ സ്വന്തം പേരക്കുട്ടിന്റെ കാര്യത്തില് എന്താ സാഹിബിനെന്ന് ഇടപെട്ടാല്? എന്താ പറഞ്ഞത്? മനുഷ്യാവകാശ ലംഘനം? മനുഷ്യന്മാരെ കൊല്ലറിയാറെ തടവിലെടുത്തതാണോ മനുഷ്യാവകാശ ലംഘനം? നിങ്ങളെപ്പോലെ ധീരന്മാരെ ജിഹാദികൾക്ക് എന്തിനാ മുഖ്യമന്ത്രിയുടെ കാരുണ്യം? നിങ്ങൾക്ക് എന്റെ പഴയ വരെ തിരിച്ചറിയാൻ പറ്റുമോ? പറയൂ, പറ്റുമോ? ഞാൻ പറഞ്ഞ ഓനെ വിടുന്ന ഗഫൂർ മാഷും കൂട്ടരും പറയണത്. മോക്ക് വേണ്ടി ഞാനത് ചെയ്യണോ? വേണ്ട വല്യപ്പ. അൻവറിന് ഈ ജയിലിൽ നിന്നല്ല മോചനം വേണ്ട, മതഭ്രാന്തിന്റെ ജയിലിൽ നിന്നാ. ഗാന്ധിജിയെക്കുറിച്ച് ലൂയി ഫിഷർ പറഞ്ഞതുപോലെ, ദ ഹോളി റിലീജിയസ് ഗാന്ധി വാണ്ട്സ് ടു ബിൽഡ് എ സെക്യുലർ സ്റ്റേറ്റ്, ബട്ട് ദ ഇറലിജിയസ് ജിന്ന വാണ്ട്സ് ടു മേക്ക് എ റിലീജിയസ് കൺട്രി. മതഭീകരവാദം യഥാർത്ഥത്തിൽ സാമ്രാജ്യത്വ അധിനിവേശത്തിന്റെ ഉൽപ്പന്നമാണ്. അഫ്ഗാനിസ്ഥാനിൽ നജീബുള്ളയെ താഴെ ഇറക്കാൻ മുല്ല ഉമറിനും ബിൻലാദനും ആയുധം നൽകിയത് അമേരിക്കയാണ്. അവർ തന്നെയാണ് ഇറാനെ തകർക്കാൻ സദ്ദാം ഹുസൈനും ആയുധം നൽകിയത്. അസ്സലാമു അലൈക്കും. വഅലൈക്കും സലാം. ഈ സത്യം ഉൾക്കൊള്ളാൻ നമ്മുടെ മതപൗരോഹിത്യം തയ്യാറാകാത്തിടത്തോളം കാലം യഥാർത്ഥ വിശ്വാസികൾ എന്നും കാഫ്രീങ്ങൾ എന്ന് വിളിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും. നമ്മളെ മതം പൊളിച്ച് ബാക്കിയുള്ളവനെ സൂചിപ്പിക്കണ ആ ബുക്ക് പുറത്തിറങ്ങാൻ പറ്റൂല. കെട്ടിയോനെ ഓള് ജയിലിലാക്കി. അതുകൊണ്ട് മുസ്ലിരെ പേരിന്നും മഹലിന്നും ഓളെ പുറത്താക്കി. ഇപ്പൊ ഓളെ കളി ഞമ്മളെ മഹല്ല. അത് സമ്മതിച്ചെടുക്കാൻ പറ്റൂല. സാഹിബിന്റെ പേരൊന്നും കൂടി ഓളെ ഇറക്കിയാ ഓള് നാട്ടിലിറങ്ങി തെണ്ടേണ്ടി വരും. അതിനുള്ള പണിയാ നമ്മൾ എടുക്കണ്ടേ. അതിന് അൻവറിനെ കൊണ്ട് ഓളെ ഇങ്ങോട്ട് മൊയ്യൊല്ലിപ്പിച്ചാ പോരെ? അത് എപ്പോ വേണമെങ്കിൽ ആയിക്കൂടെന്ന്. പക്ഷെ അപ്പൊ ഓളെ കൊണ്ടെടുക്കാൻ കാഫിരിറ്റങ്ങൾ വേറെ വരും. സംഗതി എന്തായാലും വേണ്ടില്ല. നിങ്ങൾ ഇന്ന് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം. അല്ലാണ്ട് ഞമ്മക്ക് നാട്ടിലിറങ്ങി നടക്കാൻ പറ്റൂല. തീരുമാനം ഇപ്പൊ എന്താ? ഓളെ കണ്ട് ഊരു വൽക്കുക. പക്ഷെ വേറൊരു കാര്യമുണ്ട്. നിങ്ങൾ ഇങ്ങനെ പാട്ടും പാടി നടക്കരുത്. പിന്നെ അതിന്റെ പിന്നാലെ കുറെ പത്രക്കാരും TV-ക്കാരും ഒക്കെ കൂടും. നടപ്പാക്കിയാണ് കാട്ടി കൊടുക്കുക. ഔത്തർച്ചയ്ക്ക് വരുത്താവണ പണി തന്നെ എടുക്കുക. അതാ വേണ്ടിയത്. എഡിറ്റർ മുറി എവിടെയാ? നേരെ പോയി വലത്തോട്ട്. കുട്ടി, അബ്ദുൽ കലാം ആസാദിനെയും അബ്ദുറഹിമാൻ സാഹിബിനെയൊക്കെ ആർക്കാ വേണ്ടത്? ന്യൂനപക്ഷങ്ങൾ ഇങ്ങനെ വ്യാപകമായി പീഡിപ്പിക്കപ്പെടുന്ന ഈ സമയത്ത് സ്വന്തം സമുദായത്തെക്കുറിച്ച് ഇങ്ങനെയൊക്കെ പറയുന്നത് ശരിയാണോ? ഇത്രയും എസ്റ്റാബ്ലിഷ്ഡായ ഒരു സ്ഥാപനം വെറുതെ എന്തിനാ കുറെ ആളുകളുടെയൊക്കെ വെറുപ്പ് സമ്പാദിക്കുന്നത്? സാറിന്റെ ഈ ഭയമാണ് ലോകത്തിന് മുഴുവൻ ഭീഷണിയായ മതതീവ്രവാദത്തിന് വളം വെച്ചു കൊടുക്കണം. ഒരു സമുദായം മുഴുവൻ അതുകൊണ്ട് ഭീകരവാദികളായി തെറ്റിദ്ധരിക്കപ്പെടുകയാണ്. അബ്ദുൽ കലാം ആസാദിനെയും അബ്ദുറഹിമാൻ സാഹിബിനെയൊക്കെ പുതിയ തലമുറക്ക് പരിചയപ്പെടുത്തേണ്ട ഉത്തരവാദിത്തം മറന്നതാണ് നിങ്ങളൊക്കെ ഈ സമൂഹത്തോട് ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. ഇങ്ങോട്ട് കൊണ്ടടി. മര്യാദക്ക് തരാനൊക്കെ നല്ലത്. ഇസ്ലാമിനെ നന്നാക്കാൻ ഇറങ്ങിയ മലക്കോ? ഇസ്ലാമിന്റെ ചോര ഈ ഞരമ്പ് കൂടെ പായണത്. ഇപ്പൊ ഈ കടലാസേ കത്തിയിട്ടുള്ളൂ. ഇനി ഇതും കൊണ്ട് ഒരടി മുമ്പ് വെച്ചാ ഇച്ച് ഇതുപോലെ കത്തും.
കുട്ടിക്ക് കടലാസല്ലേ കത്തിക്കാൻ പറ്റൂ? അതിലെ ആശയം കത്തിക്കാൻ ഓരെ കൊണ്ട് കഴിയില്ലല്ലോ. ഒരിക്കലും കഴിയില്ല. അതാണ് മോള് മനസ്സിലാക്കേണ്ടത്. നമുക്കൊന്നും കൂടി എഴുതല്ലേ വേണ്ടൂ. മോള് വിഷമിക്കണ്ട. സ്വന്തം കെട്ടിയോനെ ജയിലിലാക്കാൻ ദമ്മ കെട്ടിയോളാവള്. അതിനിപ്പോ ഓളെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ആ കള്ള കാഫിർ സാഹിബ് പറഞ്ഞ് പഠിപ്പിച്ചു കൊടുത്ത് മാത്രമേ ഓള് കേൾക്കുള്ളൂ. ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ഓളെങ്ങോട്ട് കൂട്ടിക്കൊണ്ടല്ല നല്ലതെന്ന് തോന്നുന്നു. പാപ്പല്ലാത്തൊരു കുട്ടിയല്ലേ. അതാ നല്ലത്. ഓളെയും കൂടി ഇങ്ങോട്ട് കൂട്ടിയിട്ട് ഇന്റെ കുട്ടീന്റെ കല്യാണം കൂടി മുടക്കാനാ പരിപാടിച്ച ഞാനത് പുറത്തുനിന്ന് ഇവിടെ നടത്തിക്കോളാം. നിങ്ങളൊപ്പം ചിരിച്ച് കളിച്ച് വളർന്നതല്ലേ. എന്റെ കല്യാണത്തിന് കൂടണമെന്ന് എന്റെ കുട്ടിക്ക് എത്ര പൂതി ഉണ്ടാവും. അമ്മായി ശരിക്കൊന്ന് വാശി പിടിച്ചാ ഇത്തന്നെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റുന്ന എനിക്ക് തോന്നണ. വല്യപ്പാക്കും വല്യമ്മക്കും വലിയ എതിർപ്പൊന്നുമില്ലല്ലോ. പക്ഷെ എന്റെ കല്യാണത്തിന് ആരൊക്കെ വരനെ തീരുമാനിക്കണത് എന്റെ വാപ്പയല്ലേ. ഞാൻ വാശി പിടിച്ച ഞാനും കൂടി പെരയിൽ ഇറങ്ങേണ്ടി വരും. എന്ത് വന്നാലും ഞാൻ ഇത്തന്നെ പോയിട്ടൊന്ന് കാണും. എനിക്കേതായാലും എന്റെ കുട്ടിനൊന്നും പോയി കാണാനുള്ള അനുവാദം കൂടി ഇല്ലല്ലോ. അന്നെ കണ്ടാലെങ്കിലും കുറച്ച് മനസ്സമാധാനം ഉണ്ടാവും. എന്നാലും അനക്കൊന്ന് കേറിപ്പോയിക്കൂടെ? വേണ്ട താത്ത, ഇപ്പൊ തന്നെ ഞാൻ വന്ന പേരിൽ അറിയാതെയാ. ഇത്താത്ത ഇല്ലാത്തൊരു കല്യാണത്തിന് ഞാൻ സമ്മതിക്കൂല. അങ്ങനെയൊന്നും പറയരുത് മോളെ. കല്യാണത്തിനല്ലേ വരാൻ പറ്റാത്തുള്ളൂ. എന്റെ കാരണം കൊണ്ട് മോളെ കല്യാണം മുടങ്ങാൻ പാടില്ല. ഒക്കെ ശരിയാവും. മോള് സമാധാനമായിട്ട് പോയിക്കോ. ഇത്രയും ദൂരം വന്നിട്ടും ഓളെന്താ അവിടെ കേറാതെ പോയത്? ഓളെ കല്യാണത്തിന് ഇനി കുറച്ചു ദിവസമല്ലേ ഉള്ളൂ. പണ്ടെടുക്കാനും തുണികളെടുക്കാനും ഞാൻ തന്നെ കൂടെ ചെല്ലണമെന്നാ പറഞ്ഞ. ഞാൻ പറഞ്ഞ് വിരലുണ്ടാവൂലെന്ന്. നസീബുള്ള പെണ്ണേ നിന്റെ നിക്കാഹിന്റെ നാളു വന്ന് മധുരപ്പരിയിൽ പുതുനാരിയായി മണിയറാവിലടയ്ക്കുമ്പോൾ
എന്താ? എല്ലാരും ഒരു മതത്തിന്റെ മാത്രം പ്രശ്നമായിട്ടാ ഇതിനെ കാണുന്നത്. മനുഷ്യന്റെ പ്രശ്നമായിട്ടല്ല. ഇത് മുഴുവൻ സത്യങ്ങളാണ്. നന്നായി. ഇതിനു വേണ്ടിയിട്ട് മോൾ ഇത്രയും ദൂരം ബുദ്ധിമുട്ടി വരേണ്ടിയിരുന്നില്ല. ഇതവിടെ കൊടുക്കല് വേണ്ടു. അല്ലെങ്കിൽ തന്നെ ഓളെ വാപ്പാനെ കാണാൻ പോകുമ്പോ എന്തെങ്കിലുമൊക്കെ വാങ്ങിയിട്ട് ആർക്കെങ്കിലുമൊക്കെ കൊടുക്കല് ഓളെ സ്ഥിരം പതിവാ. എന്നെ കാണാൻ എന്തായാലും അൻവർ സമ്മതിക്കൂല. ഇതെങ്കിലും ഒന്ന് വായിക്കാൻ തോന്നിയാൽ മതിയായിരുന്നു. ചിലപ്പോ മനസ്സ് മാറിയാലോ. എനിക്കറിയാനുണ്ട്. വേറെ ആരും അല്ലല്ലോ, ഒരു കൊച്ചു കുട്ടിയല്ലേ. ഒന്ന് ചെന്ന് കണ്ടേക്കിടൂ. ആ കുട്ടിയുടെ പിറന്നാളായിരുന്നു. പിറന്നാളായാലും പെരുന്നാളായാലും എന്തെങ്കിലും ഒക്കെ കൊണ്ടുവരും. ബിസ്ക്കറ്റ് മുട്ടായി ഒന്നും ഇവിടെ കയറ്റാൻ വയ്യാത്തതുകൊണ്ട് വല്ല പേനായോ പുസ്തകമോ എന്തെങ്കിലും കാണും. ഒന്ന് പോയി കണ്ടേക്കിടൂ. കുട്ടികൾ എന്റെ കൂടെ വരാൻ വാശി പിടിച്ചിരിക്കുക. അവർക്ക് നിങ്ങളെ കാണുന്നു. ആരെന്നെ കാണാമെന്ന്? പഠിപ്പിന് കാര്യമാണ് അങ്ങനെ. ഹസീനെ വിളിക്ക്. ഹസീന വരൂ. അധിനിവേശത്തിനെതിരായിട്ടുള്ള പോരാട്ടത്തിൽ ശക്തമായി നിലകൊള്ളുന്നത് ലോകത്തെമ്പാടുമുള്ള ജനാധിപത്യ പ്രസ്ഥാനങ്ങളാണ്, മുസ്ലിം രാജ്യങ്ങളല്ല. അതേസമയം ഇസ്ലാമിൻ്റെ അവതാരഭൂമിയിലെ ഭരണാധികാരികൾ ഇപ്പോഴും സാമ്രാജ്യത്തിൻ്റെ കാലുകഴുകാണ്. പേര് അമീർ അലി, നാട് കൊണ്ടോട്ടിയാ. പക്ഷെ ഇവരുടെ കണക്കിൽ ഞാനിപ്പോ പാകിസ്ഥാൻ ചാർന്ന. എന്റെ പേര് അറിയാ. സാഹിബിന്റെ പേരക്കുട്ടിയില്ലേ? ഇല്ല, എനിക്കറിയാം. എങ്ങനെ ഇവിടെ എത്തിയത്?
വിസന്റെ കാലാവധി കഴിഞ്ഞിട്ടും എനിക്ക് പാകിസ്ഥാനിലേക്ക് മടങ്ങിപ്പോകാൻ പറ്റിയില്ല. ഈ സുഖമില്ലാത്ത എന്നെ പോലെ വാഗാതിർത്തിയിൽ കൊണ്ടിട്ടു. മരിക്കാൻ എൻ്റെ കുട്ടികളോടെ തന്നെ ആകാമെന്ന് കരുതി ഞാൻ ഇങ്ങോട്ട് തന്നെ പോന്നു. പോലീസ് പിടിച്ചപ്പോൾ ഓല മുമ്പിൽ വെച്ച് ഞാൻ പാകിസ്ഥാൻ പാസ്പോർട്ട് കത്തിച്ച്. ഇപ്പം ഞാൻ ഇന്ത്യക്കാരനുമല്ല പാകിസ്ഥാൻകാരനുമല്ല. ദീനിന്റെ നാട്ടിൽ നിങ്ങളെന്തിനാ ഈ നശിച്ച നാട്ടിക്ക് വന്ന്? ദീനിന്റെ നാട്, അവിടെ ദീന് നടപ്പാക്കണത് പട്ടാളക്കാരല്ലേ. ഓല് ദീനിനെ അമേരിക്കൻ്റെ ആലയെ കൊണ്ടുപോയി കെട്ടി. മോനെ കാട്ടി ചെറുപ്പത്തില് ദീന് തലേ കയറി പാകിസ്ഥാനിക്ക് പാഞ്ഞോനാ ഞാൻ. ഇപ്പോ എന്റെ പടച്ച തമ്പുരാൻ മാലാഖയെ അയച്ച് കുത്തബ് മിനാറിന്റെ മുകളിൽ കയറി നിന്ന് ഒരു കൈയിൽ മതേതര ഇന്ത്യയും മറുകൈയിൽ മുസ്ലിം സ്വരാജ്യവും വെച്ച് നീട്ടി നിനക്കേതാണ് വേണ്ടതെന്ന് ചോദിച്ചാൽ എനിക്ക് മതേതര ഇന്ത്യ മതി എന്ന് ഞാൻ പറയും. തീവ്രവാദിയായ സ്വന്തം ഭർത്താവിനെ പോലും പോലീസിന് കാണിച്ചു കൊടുത്ത സ്ത്രീകളുടെ പ്രതീകങ്ങൾ അപൂർവമായെങ്കിലും ഇന്നും വളർന്നു വരുന്നത് എനിക്ക് ആവേശം പകരുന്നു, അതെനിക്ക് പ്രതീക്ഷ നൽകുന്നു. എനിക്കൊന്നും അറിയില്ല. എന്ത് തെറ്റാ ഞാൻ ചെയ്തതെന്ന്. ഒരു പെണ്ണായതുകൊണ്ട് മാത്രല്ലേ എനിക്കതൊക്കെ അനുഭവിക്കേണ്ടി വന്ന്. സമുദായത്തിന്റെ അന്തസ്സ് കാക്കാൻ പെണ്ണുങ്ങൾ പർദ്ദയിടുന്നത് നിർബന്ധിച്ചപ്പോ സമുദായത്തിന്റെ അന്തസ്സ് കാക്കേണ്ട ചുമതല പെണ്ണുങ്ങൾക്ക് മാത്രമേ ഉള്ളൂ ഞാൻ ചോദിച്ചു. ആ കാരണത്താൽ ഞാൻ എന്റെ ഭർത്താവിന്റെ മുമ്പിൽ വഴി പഴിച്ചവളായി. എവിടെ കലാപുണ്ടായാലും അവിടെയൊക്കെ കേൾക്കുന്ന നിലവിളി എന്നെപ്പോലെ സ്ത്രീകളുടേതാണ്. ഒരു തെറ്റും ചെയ്യാതെ അവർ നിലവിളിക്കേണ്ടി വരുന്നത് നഷ്ടപ്പെട്ട വാപ്പാന്, ഭർത്താവിന്, മകനെ കുറിച്ച് ഓർത്തിട്ടാണ്. മതത്തിന്റെ പേരിൽ നിരപരാധികളെ കൊല്ലുന്നത് കണ്ടപ്പോ ഞാനത് തടയാൻ നോക്കി. എന്നെ കൊണ്ട് തടയാൻ പറ്റാത്തോണ്ട് പോലീസിൽ കാട്ടിക്കൊടുത്തു. അതാണോ ഞാൻ ചെയ്ത തെറ്റ്? സമുദായത്തിന്റെ അന്തസ്സ് കാക്കാൻ അടങ്ങി ഒതുങ്ങി ജീവിക്കാനും ഉത്തമയായ ഒരു ഭാര്യയാവാനും സ്ത്രീകളെ പഠിപ്പിക്കാൻ എത്ര സമയം നമ്മുടെ പണ്ഡിതന്മാര് മെനക്കെടണം. അതിന്റെ പകുതി സമയം മെനക്കെട്ട സമുദായത്തിന് മൊത്തം ചീത്തപ്പേരുണ്ടാക്കുന്ന ഒരു ചെറിയ ശതമാനം വരുന്ന ഈ മത തീവ്രവാദികളെ അടക്കി നിർത്താൻ പറ്റും. യഥാർത്ഥ മതം എന്താന്ന് അവരെ പഠിപ്പിക്കാനും പറ്റും. ചെറുപ്പം മുതലേ നമ്മളെ മതം പഠിപ്പിക്കാൻ ഏറെ ശ്രദ്ധിക്കുന്ന ഈ സമുദായത്തിൽ എത്ര പേർക്കറിയാം ഇസ്ലാം എന്ന വാക്കിന്റെ അർത്ഥം സമാധാനം എന്നാണെന്ന്? ഈ സത്യം പറയാൻ ശ്രമിച്ചതാണോ ഞാൻ ചെയ്ത പൊറുക്കാനാവാത്ത തെറ്റ്? അതുകൊണ്ടാണോ എനിക്ക് ഇത്രയധികം പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്നത്? ജിഹാദിന്റെ പേരിൽ ഏത് ഹീനകൃത്യവും ഏറ്റെടുത്ത് സ്വയം കാട്ടാളന്മാരായി പ്രഖ്യാപിക്കുമ്പോൾ ഇവരെക്കാളും ഹീനനായ ശത്രു ലോകത്തിനു മുമ്പിൽ ന്യായാധിപനായി മാറുന്നത് ഇവരറിയുന്നില്ല. പക്ഷെ ഇവരുടെ കാടത്തങ്ങൾക്കിരയാവുന്ന മുസ്ലിങ്ങളുടെ ദീനമായ ഞരക്കം പോലും മത തീവ്രവാദമായി ചിത്രീകരിക്കപ്പെടുകയും ചെയ്യുന്നു. ഇന്നലെ താനൂരിന്ന് നമ്മുടെ അയ്യൂബിനെ അറസ്റ്റ് ചെയ്തല്ലോ. നോക്ക്, ആ നൗഷാദിനെ നമ്മുടെ ബ്ലോക്കൊക്കെ മാറ്റിന്നാ തോന്നണ. ജീവപര്യന്തല്ലേ? ആ, എന്താ പേര്? അൻവർ. കുറ്റം എന്താ? വിചാരണ. എനിക്കിനിയും 10 കൊല്ലം ഉണ്ട്.
കത്തിക്കരിഞ്ഞു കിടക്കുന്ന വാപ്പാനെയും ചോരെ കുളിച്ചു കിടക്കുന്ന മോളെ കണ്ടപ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റിയില്ല. കയ്യെ കിട്ടിയെടുത്ത് കണ്ണി കണ്ട ഒരാളെ ഞാൻ വെട്ടി. പക്ഷേ അയാൾ നിരപരാധിയായിനി. പിന്നെയാണ് ഞാൻ അറിഞ്ഞ് ജിഹാദ് തലയേക്കരി പിരാന്തായ കുറെ കുട്ടികളാണ് അത് ചെയ്തതെന്ന്. ശരിക്കുള്ള കുറ്റക്കാരനെ നേരിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യുക? വെട്ടി നുറുക്കി കണ്ടം കണ്ടാക്കണമെന്നാ ആദ്യമൊക്കെ ഞാൻ വിചാരിച്ചേ. ഇപ്പം എനിക്ക് തോന്നണത് ഓരോട് പകരം ചെയ്യാനല്ല, ദീൻ എന്താന്ന് ഓരെ പറഞ്ഞ് മനസ്സിലാക്കാനാ. ഇനി ഒരു ജീവനും ഒരു കാരണം നഷ്ടമാവരുത്. എന്താ അൽമറ കാണണമെന്ന് പറഞ്ഞു? എനിക്ക് സമീറാനെ ഒന്ന് കാണണം. ഇത് ശരിക്കും പറഞ്ഞ വല്യപ്പാന്റെ വിജയ. ഇത് വല്യപ്പാന്റെയും മോളെയും വിജയമൊന്നുമല്ല. നമ്മുടെ പ്രാർത്ഥന പടച്ചോൻ കേട്ടുന്നു മാത്രം. ഓന് നേരായ മാർഗം പടച്ചോൻ തന്നെ കാണിച്ചും കൊടുത്തു. ഞാൻ കൂട്ടിവരാം. ഇപ്പൊ സന്തോഷായില്ലേ? പേര് അൻവർ. നമ്പർ എത്ര? 437. ഗേറ്റ് ഒരാളെ വിട്ടെ. ഇത്താത്ത ഇപ്പൊ വരും കേട്ടോ.